ഡി പുറത്തുനിന്ന് അത്ര സൗണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ അവളുമാരുടെ ഫൈറ്റാണ്. ബാ പോയി നോക്കാം. What's going on here? This is a college, not a place for fight. How many times I gave warning to you? നിങ്ങൾക്കെന്താ പറയാനൊന്നുമില്ലേ? പറഞ്ഞിട്ട് എന്താ സാർ കാര്യം? സാർ അവരെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ. മൂന്നുപേരും പോവാൻ റെഡി ആയിക്കോ. ഇത്രയും ബാഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും ഈ കോളേജിൽ വേണ്ട. അതെന്താ സാറേ 3 പേര്? ചത്തരമല്ല സാറേ. ഒന്ന് ഇറങ്ങി പൊക്കൂടേടി. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേടി. എന്തായാലും നിന്നെ പോലെ ഒരാൾ പഠിക്കുന്ന കോളേജിൽ പഠിക്കാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. ഈ നാണം കെട്ടവരുടെ അടുത്ത് ബന്ധമൊന്നും ഒരു കാര്യമില്ലടി. വാടി നമുക്ക് പോവാ. ഇനിയിപ്പോ എങ്ങനെയാ, വീട്ടിൽ പോവല്ലേ? എന്തായാലും പുള്ളി വീട്ടിൽ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. വീട്ടിലെ ഒരു യുദ്ധം ഉറപ്പാണ്. അപ്പൊ മക്കള് പോവാൻ റെഡിയായില്ലേ? അത് പിന്നെ ചേച്ചി, ഇവിടെ നല്ല മൂട്ടശല്യം. അതാണ് ഞങ്ങൾ ഇവിടുന്ന് പോണത്. ഡി ഒന്ന് പോടി. അപ്പൊ പോട്ടെ ചേച്ചിയെ, എവിടെയും വെച്ച് കാണാം. കഷ്ടപ്പെട്ടൊരു കോളേജിൽ ചേർത്തിയപ്പോ അവിടുന്ന് തല്ലി ഇറങ്ങിയില്ലേ മൂന്നുങ്ങളും. നാട്ടുകാരിഞ്ഞ് എന്തു പറയും? ഇതൊക്കെ ശീലന്റെ ശ്യാമിന്റെ ഒക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇത് പോരെ പറഞ്ഞു ചിരിക്കാൻ. ജീനി, നീ ഒന്ന് അടങ്ങ്. മക്കളാദ്യം കാര്യം പറയട്ടെ, എന്നിട്ട് നിന്റെ വായി തറ. നിങ്ങൾ മിണ്ടാണ്ടിരുന്നോളി. നിങ്ങളുടെ കാരണമാണ് ഇവരിങ്ങനെ ആയത്. കീർത്തടാ, നിന്റെ അച്ഛൻ വന്നാൽ ഞങ്ങൾ എന്ത് പറയും? അച്ഛനും മക്കളും കൂടെ എന്തോ ആയിക്കോളി. ഞാൻ പോണ്. എന്റെ പൊന്നു മമ്മി, ഞങ്ങളൊന്നല്ല, അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ ബാംഗ്ലൂരില് എന്റെ ഫ്രണ്ടിന്റെ കോളേജിലാണ് പഠിക്കാൻ പോണത്. അവിടെ നീ പ്രശ്നം ഉണ്ടാക്കിയാ അത് ഞാൻ അറിയും. ഞാൻ അറിഞ്ഞ 3 കോളേജിലാക്കും. എന്തോന്ന് കള്ളപ്പന്നികളേന്ന് മനസ്സിലായില്ലേ? ബ്ലഡി ഗ്രാമവാസീസ് ഇംഗ്ലീഷ് പോലും അറിയില്ല പഠിക്കാൻ പോയിട്ട്. ഇനി വീട് ഞാൻ ഭരിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാ, പോവല്ലേ? മക്കള് നോക്കി പോയിട്ട് കേട്ടോ. അമ്മ നല്ല മിച്ചറും പക്കോടയൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫേവറേറ്റ്. നല്ല കഴിച്ചിരിക്കും, പഠിക്കുകയും ചെയ്യും. മക്കളെ, അവിടെ പോയിട്ട് അടിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. ഈ ചീനിയമ്മന്റെ മാനം കാക്കണം നിങ്ങള്. ഓക്കെ മാമി. മക്കളെ, പുതിയ സ്ഥലമാണ്, നോക്കിയും കൊണ്ടൊക്കെ ഇരിക്കേ. അറിയാത്തവര് വിളിച്ചാലൊന്നും ശ്രദ്ധിക്കണ്ട. ഓക്കെ പിതാശ്രീ. മാമി മാമ പോയിട്ട് വരാം, ബൈ. മക്കളെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ നമ്മള് ബാംഗ്ലൂരിൽ പോവാൻ പോണേ. വല്ലാണ്ട് സന്തോഷിക്കണ്ട. നമ്മൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും മാമി അറിയും. അതിന് കോളേജിന്റെ അകത്ത് കാണിച്ചാൽ മാത്രമല്ലേ മാമി അറിയുള്ളൂ, പുറത്ത് കാണിച്ചറിയില്ലല്ലോ. അതിന് നിത്യം കൂടെ സഹകരിക്കണം. ഇപ്പൊ ഞാനേ പ്രശ്നക്കാരി, ഇനി ഞാൻ ഒന്നിനുമില്ല. ഇനി നമുക്ക് കോളേജിൽ കുറച്ച് ഒതുങ്ങിയൊക്കെ പോവാം. ഇടി നിത്യ, ഇങ്ങോട്ട് നോക്ക്, ചുള്ളൻ. അവളിലേക്ക് ഓടി ഉണർന്നു. ഇനി നടക്കപ്പോറത് യുദ്ധം. ഞാൻ പോയി ഒന്ന് മുട്ടിയിട്ട് വരാം. എനിക്ക് മുന്നിൽ വീഴാത്ത ആണുങ്ങളുണ്ട്. അതിന് മാത്രം ഇപ്പം എന്താ ഉള്ളത്? പറയാനൊന്നുമില്ലല്ലോ. കുറേയുണ്ടല്ലോ എൻ്റെ ഈ സ്കിൻ ആൻഡ് ഈ ബോഡി. ഹേ ബ്രോ, నీకు ఏమి కావాలి? തെലുങ്ക ഇപ്പൊ ശരിയാക്കി തരാം. തിക്കുണ്ടതി, പിച്ചുണ്ടതി, ഇരുണ്ടതി, മയ്യവണ്ടി. నేను నీ భర్తను. അറിയാ, പണി പാളി.
ഞാൻ നിന്റെ ഭർത്തനും കുത്തനൊന്നുമില്ല, പോടാ. ഹോസ്റ്റലിൽ പോയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് കിടക്കാൻ. ആ, നാളെ അണിച്ചിട്ട് വേണം നീ കോളേജിൽ പോകാൻ. ടാക്സി വന്നു പോവാ. ഹാവൂ, ഹോസ്റ്റലെത്തി. ഹായ്, നിങ്ങളാണോ പുതിയ ആൾക്കാര്? ഹലോ, ഐ ആം മറിയ. യുവേഴ്സ് നിത്യ, കീർത്തി, കീർത്തന. എന്താ പറയില്ല, നിങ്ങൾ രണ്ടും ട്വിൻസാണ്. എന്റെ ഈ ബ്യൂട്ടി ഒന്നും ഇവൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെയാ, നീ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? നീ 3 വർഷം നമുക്ക് ഒരുമിച്ച് പൊളിക്കാം. സെറ്റ് സെറ്റ്. Percocet, Miley Percocet, Percocet, Miley Percocet.